നമ്മൾ ഇന്നു മുതൽ കേൾക്കാൻ പോകുന്നത് ടൈഫൂൺ ഫാമിലി എന്ന് പറയുന്ന കേഡ്രാമയാണ്. ഇതിന്റെ കഥ ചെറുതായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹീറോ ഇത്തിരി അടിച്ചു പൊടിച്ച് നടക്കുന്ന പയ്യനാണ്. അവൻ നല്ല പൈസയുള്ള വീട്ടിലെയാണ്. അവന്റെ അച്ഛനാണ് ബിസിനസ് ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇരിക്കെ ഇവരുടെ ബിസിനസ് എല്ലാം തകർന്നു പോവാണ്. ഏറ്റവും ടോപ്പിൽ നിന്ന ആൾക്കാർ താഴെ തട്ടിൽ വരുവാണ്. ഹീറോയ്ക്ക് ഏറ്റവും പാവപ്പെട്ട ആൾക്കാരായിട്ട് മാറിപ്പോയി. പിന്നീട് ഹീറോ ആ കമ്പനി ഏറ്റെടുക്കും. ഹീറോനെ സഹായിക്കാനായിട്ട് ഹീറോയിനും ഉണ്ട്. പിന്നീട് ഇവര് തമ്മിൽ പ്രണയത്തിലാവോ അല്ലെങ്കിൽ അടിച്ചു പിരിയോ വേറെ എന്തെങ്കിലും പ്രശ്നമാവോ, അച്ഛൻ എന്ത് പറ്റി കാണും, ഹീറോ ബിസിനസ് എല്ലാം തിരിച്ചു പിടിച്ചു കാണും എന്നൊക്കെ അറിയണ്ടേ. എന്നാ പിന്നെ നമുക്ക് കഥയിലോട്ട് പോയാലോ. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തവർ ഹൈപ്പ് ചെയ്തോളൂ. ഇതിന് തീർച്ചയായിട്ടും ഹൈപ്പ് ചെയ്യണം, കാരണം ഇത് പുതിയ വീഡിയോ ആണ്, അതായത് പുതിയ ഡ്രാമയാണ്. അപ്പൊ കൂടുതൽ ആൾക്കാരിലോട്ട് ഇത് റീച്ച് ചെയ്യാനായിട്ട് ഒരുപാട് സഹായിക്കും. എന്നാ പിന്നെ നമുക്ക് കഥയിലോട്ട് പോകാം. എപ്പിസോഡിന്റെ ആരംഭത്തിൽ തന്നെ ഒരു കമ്പനിയാണ് കാണിക്കുന്നത്. ആ കമ്പനിയിൽ തന്നെ ഒരു ഓണറുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ഹീറോന്റെ അച്ഛൻ തന്നെയാണ്. ഹീറോനെ നമുക്ക് പിന്നെ പരിചയപ്പെടാം. ഇപ്പൊ അച്ഛനെ പരിചയപ്പെടാം. അച്ഛനെ ഇന്റർവ്യൂ എടുക്കാനായിട്ട് കുറച്ച് വാർത്തക്കാരൊക്കെ വന്നിട്ടുണ്ട്. അച്ഛനൊരു കമ്പനി നടത്തുന്നുണ്ട്. ഒരു ട്രേഡിംഗ് കമ്പനിയാണ്. സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു കമ്പനി. അപ്പൊ അച്ഛൻ വളരുമ്പോൾ രാജ്യം വളരും, കാരണം അവർക്ക് ടാക്സ് കിട്ടുമല്ലേ. അതിനെപ്പറ്റി ഇന്റർവ്യൂ എടുക്കാനാണ് വന്നിരിക്കുന്നത്. കമ്പനിയിലുള്ള കുറെ ആൾക്കാരെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. ആ സമയം ഹീറോയിൻ ചായ ആയിട്ട് വരും. ഹീറോയിനും ആ കമ്പനിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഹീറോയിനെയും ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. എല്ലാരും ക്യാമറ മുൻപിൽ കാണുന്നത് കൊണ്ട് തന്നെ ഒരു പതർച്ചയുണ്ട്, ഒരു നാണം പോലെ, എന്തോ കള്ളത്തരം മുഖത്ത് വെക്കുന്നത് പോലെ. പക്ഷെ അത് കള്ളത്തരമൊന്നുമല്ല, ക്യാമറ കണ്ട് പേടിച്ചതാണ്. എങ്ങനെ പെരുമാറണമെന്ന് അറിയാൻ പാടില്ലാതെ ഹീറോയിൻ ആ കമ്പനിയിൽ കണക്ക് നോക്കുന്ന ആളായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ആ കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസും പിന്നെ കമ്പനിയുടെ ചെലവും എല്ലാം നോക്കുന്നതാണ്. കട്ട് ചെയ്താൽ ഒരു പബ്ബാണ് കാണിക്കുന്നത്. പുറത്ത് തന്നെ കുറെ ആൾക്കാരൊക്കെ കൂടി നിൽപ്പുണ്ട്. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഹീറോയും ഉണ്ട്. ഹീറോനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. ഹീറോനെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് വന്നതല്ല, ചെറുപ്പക്കാരൊക്കെ വഴിതെറ്റി പോന്നു, പേരൻസിന്റെ പൈസ കൊണ്ട് വെറുതെ കളയുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്റർവ്യൂ എടുക്കാനായിട്ട് വന്ന ആൾക്കാരാണ്. ഇവര് വന്ന് ഹീറോന്റെ കൂട്ടുകാരനെ മുമ്പിൽ ചാടിക്കൊടുത്തു. ഹീറോ ഒന്നും വിടത്തില്ല. അവ സ്വന്തമായിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയും. അതുപോലെ മൈക്കൊക്കെ തട്ടിപ്പറിക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ആ റിപ്പോർട്ടർ മൈക്കൊന്നും കൊടുക്കത്തില്ല. എന്തായാലും റിപ്പോർട്ടർ എങ്ങനെയൊക്കെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. പിന്നീട് ഹീറോയും കൂട്ടുകാരനും കൂടെ ക്ലബിന്റെ അകത്തോട്ട് കയറിപ്പോ ഹീറോന്റെ കോട്ടിന് വേണ്ടിയിട്ട് കൂട്ടുകാരൻ പിടികൂടുന്നുണ്ട്. ആ കോട്ടിന് ഒരുപാട് വിലയാണ്. പുതിയൊരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കോട്ടാണ്. അതിന് വേണ്ടിയിട്ട് കൂട്ടുകാരൻ പിടികൂടുന്നുണ്ട്. എന്നാൽ ഹീറോ കൊടുക്കില്ല. നമുക്ക് അകത്തോട്ട് കയറിപ്പോന്ന് പറഞ്ഞിട്ട് അവൻ അകത്തോട്ട് കയറിപ്പോവും. ഹീറോ അകത്തോട്ട് കയറി ചെല്ലുമ്പോഴേ എല്ലാവരും ഹീറോനെ അറിയാവുന്നത് പോലെ ഹീറോ ഒരു സെലിബ്രിറ്റി ആണെന്നുള്ള രീതിയിലാണ് അവനെ ട്രീറ്റ് ചെയ്യുന്നത്. എല്ലാവരും അവനെ കണ്ട് ഭയങ്കര അത്ഭുതപ്പെട്ട് മാറി നിൽക്കുകയാണ്. ആ സമയം അവിടെ തന്നെ ഹീറോനെ പോലെ വേറെ കുറച്ച് കുട്ടികൾ അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. കുട്ടികളെന്ന് പറയാൻ പറ്റത്തില്ല, ഇവരൊക്കെ പ്രായമുള്ള ആൾക്കാരാണ്. അതിനുശേഷം ഹീറോന്റെ ടീംസിന്റെ ഡാൻസ് ആണ്. അവന്മാര് കളിച്ചതിന് ശേഷം ഹീറോയിൻ ടീംസും പോയി ഡാൻസ് കളിക്കും. ഹീറോ കളിക്കുമ്പോൾ കുറെ ആൾക്കാർ ക്ലാപ്പ് ഒക്കെ അടിക്കുന്നുണ്ട്. കാരണം അവർ അറിയപ്പെടുന്ന ഒരു ഡാൻസുകാരാണ് ക്ലബിന്റെ ഇടയിൽ. ക്ലബിലുള്ള ആൾക്കാർക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഹീറോന്റെ കൂട്ടുകാരൻ ഡാൻസ് ഒക്കെ കഴിയാണ്. അതിനുശേഷം ഹീറോ പുറത്തോട്ടിറങ്ങി നടന്നു പോകും. അവന്റെ കയ്യിൽ ഒരു ഫോൺ പോലത്തെ ഡിവൈസ് ഉണ്ട്. പണ്ടത്തേതും മെസ്സേജ് അയക്കുന്ന ഒരു ഡിവൈസ് ആണ്. അതിനകത്ത് ആരും മെസ്സേജ് അയച്ചിട്ടുണ്ട്, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന്. ആരാണെന്ന് അറിയാൻ പാടില്ല. ഇനി ഹീറോ കമ്മിറ്റഡ് ആണോന്നും അറിയാൻ പാടില്ല. എന്തായാലും അത് ചെക്ക് ചെയ്ത് റൂം മാറി വേറെ എവിടെ ചെന്ന് കയറും. അവിടെ തന്നെ ഹീറോന്റെ ഓപ്പോസിറ്റ് ടീമിൽ ഡാൻസ് കളിക്കുന്ന പയ്യന്മാരാണ് ഇരിക്കുന്നത്. വേറെ കുറച്ച് പെൺകുട്ടികളും ഉണ്ട്. അതിലൊരു പെൺകുട്ടിക്ക് ഹീറോനോട് ഒരുപാട് ക്രഷാണ്. ഹീറോ വന്ന ഉടനെ അങ്ങോട്ട് ചെല്ലും. പക്ഷേ ഹീറോ റൂം മാറി കയറിയതല്ലേ, ഞാൻ പോവാന്ന് പറഞ്ഞ് പോവാൻ നിൽക്കുമ്പോൾ ആ പെൺകുട്ടി വിടുന്നില്ല. ഹീറോനെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ് ക്രഷ് കാരണം. എന്നാൽ അവിടെ ഇരിക്കുന്ന വേറൊരു പയ്യനുണ്ട്. ആ പയ്യന്റെ കൂടാണ് ഈ പെൺകുട്ടി ഇരുന്നത്. അവന് ഹീറോന്റെ അടുത്ത് ആ പെൺകുട്ടി പോയത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന പ്ലേറ്റ് ഒക്കെ തള്ളിക്കളയും. നീ എന്താടാ വിചാരിച്ച ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഇറങ്ങി പോവാന്നോ? അപ്പൊ ഹീറോ പറയും, എന്നാ പിന്നെ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ടില്ല, നിനക്ക് വേണമെങ്കിൽ ആ പ്ലേറ്റിന്റെ പൈസ ഞാൻ കൊടുത്തോളാം, നീ പേടിക്കണ്ട, ഞാൻ പോവാന്ന് പറഞ്ഞ് ഹീറോ പോവാനായിട്ട് ഇറങ്ങുമ്പോൾ അവനെ വിടുന്നില്ല. ആ വെകിലി പിടിച്ച പയ്യൻ ഹീറോനെ വന്ന് തടയുകയാണ്. അതുമല്ല, ഹീറോന്റെ നേർക്ക് ഒരു ഗ്ലാസ് വലിച്ചെറിഞ്ഞിട്ടുണ്ട്. അത് പൊട്ടി അവന്റെ കവളും മുറിയുന്നുണ്ട്. പക്ഷെ അവൻ പ്രതികരിക്കുന്നൊന്നുമില്ല. അവന് വഴക്കുണ്ടാക്കാനായിട്ട് താല്പര്യമില്ല. അവൻ പോവാൻ ഇറങ്ങുമ്പോൾ അവനെ വിടുന്നുമില്ല. ഹീറോയ്ക്ക് വഴക്കുണ്ടാക്കാനായിട്ട് താല്പര്യമില്ല. അവന്റെ കവളൊക്കെ മുറിച്ചില്ലേ അവൻ, എനിക്ക് നിന്നോട് വഴക്കുണ്ടാക്കാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്ന് പോകും. ആ സമയം ഒരു വെയിറ്റർ കൂടെ കയറി വരും. ഹീറോനോടുള്ള ദേഷ്യം മൊത്തം ആ പയ്യൻ തീർക്കുന്നത് അവിടുത്തെ വെയിറ്ററിന്റെ മുഖത്തടിച്ചിട്ടാണ്. വെയിറ്ററിനെ പുതിരേ തല്ലും. നിനക്കൊക്കെ ഞാൻ ഒരുപാട് പൈസ തരുന്നുണ്ടല്ലോ, മേലെ പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോനോടുള്ള ദേഷ്യമാണ് വെയിറ്ററിനോട് തീർക്കുന്നത്. പക്ഷെ ഹീറോയ്ക്ക് ഇത് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഹീറോ വെകിലി പിടിച്ച പയ്യനെ തടയും. എന്താടാ നീ കാണിക്കുന്നത്, ഒരു പാവം പയ്യനെയാണോ അടിക്കുന്നതെന്ന് ചോദിച്ചിട്ട്. ഹീറോ അവനെ തടഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഹീറോയ്ക്ക് അടി ഉണ്ടാക്കാനായിട്ട് താല്പര്യമില്ല. എനിക്ക് നിന്നോട് അടി ഉണ്ടാക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ ഇറങ്ങിപ്പോവും. എന്നാൽ ആ വില്ലൻ പയ്യൻ സമ്മതിക്കത്തില്ല. ഒരു കസേര എടുത്ത് ഹീറോന്റെ പിറകിലടിക്കുകയാണ്. ഹീറോന്റെ തല പൊട്ടി ചോര വരുന്നുണ്ട്. ആ ചോര ഒലിച്ചിട്ട് ഹീറോന്റെ പുതിയ ഷർട്ടിലാണ് വീഴുന്നത്. ഒരു പുതിയ വെള്ള ഷർട്ട് അവൻ ജോർജിയിൽ നിന്ന് കണ്ട് എക്സ്പോർട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. ആ ചോര ആ ഷർട്ടിൽ വീണ് ആകെ നശിച്ചു പോവാണ്. ഇത് കാണുമ്പോൾ ഹീറോയ്ക്ക് സഹിക്കത്തില്ല. ഹീറോ അവനെ തിരിച്ചു തല്ലും. അങ്ങനെ രണ്ടുപേരും കൂടെ അടിയാവും. അവിടെ തന്നെ ഹീറോന്റെ ഒരു കൂട്ടുകാരനെ ഇരിപ്പുണ്ട്. ഹീറോന്റെ കൂട്ടുകാരനും ഹീറോയും കൂടെ അങ്ങോട്ട് അടി ഉണ്ടാക്കിയിട്ട് ഇറങ്ങി ഓടും. കാരണം അവന്മാർ കുറെ ആൾക്കാരുണ്ട്. അവന്മാരുടെ ഇടയിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇറങ്ങി ഓടുന്ന സമയത്ത് വഴിയിൽ തന്നെ കുറെ ആൾക്കാർ അവരെ തടയുന്നൊക്കെ ഉണ്ട്. കാരണം വെയിറ്റർമാര് ആഹാരമൊക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാണ്. അത്
അതിന്റെ കീഴിൽ കൂടാണ് അവന്മാർ ഓടി പോകുന്നത്. ഈ ഓടുന്ന സമയത്ത് തന്നെ കൂട്ടുകാരനെ വില്ലൻ പയ്യൻ പിടിക്കും. പക്ഷേ ഹീറോ തിരിച്ചു വരും, എന്റെ കൂട്ടുകാരനെ വിടടാന്ന് പറഞ്ഞിട്ട്. ഹീറോ എങ്ങനെയൊക്കെ കൂട്ടുകാരനെ കൈവശത്താക്കുന്നുണ്ട് അവന്മാരുടെ കയ്യിൽ നിന്ന്. അതുമല്ല ആഹാരം കൊണ്ടുവന്ന ട്രോളി പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് അടി ഉണ്ടാക്കുകയാണ്. ഹീറോയും കൂട്ടുകാരനും പിന്നെ വില്ലൻ പയ്യന്റെ ടീംസും വില്ലൻ പയ്യനും അവന്മാര് തമ്മിൽ അടി ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ ചെറിയ വിഷയങ്ങളാണ്, എന്നാൽ അത് ഊതിപ്പെരിപ്പിച്ചിട്ട് വലിയ അടിയാക്കി മാറ്റിയതാണ്. ഇതേ നേരം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആകെ ഓടിപ്പടച്ച് ഒരു സ്ഥലത്ത് വന്നിട്ടുണ്ട്. അവള് ജോലി ചെയ്തതിന് ശേഷം പഠിക്കാനായിട്ടാണ് വരുന്നത്. എന്നാൽ അവിടെ വന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് പറയുമ്പോൾ അവിടുത്തെ സീറ്റ് മൊത്തം ബുക്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അത് അവൾക്ക് കിട്ടത്തില്ല. എനിക്ക് ഇരിക്കാനായിട്ട് സീറ്റ് വേണ്ട, പകരം ക്ലാസിന്റെ പിന്നിൽ നിന്ന് പഠിച്ചോളാം എന്ന് പറയുമ്പോൾ അവർ കേൾക്കില്ല. ഇന്ന സീറ്റ് ഉണ്ട്, അത് അത്രേ കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഹീറോയിൻ ഇഷ്ടമല്ലാത്തൊരു കോഴ്സ് കൊടുക്കും. ഹീറോയിനും വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ട് തന്നെ അവളും അത് സെലക്ട് ചെയ്യാണ്. പിന്നെ അവള് പൈസ എടുത്ത് കൊടുക്കുന്ന സമയത്ത് അവളുടെ അത്രയും പൈസ ഇല്ല. ടിക്കറ്റിന്റെ പൈസ എല്ലാം കൂടിയിട്ടുണ്ട്. ടിക്കറ്റിന്റെ അല്ല, ആ കോഴ്സിന്റെ അഡ്മിഷൻ ഫീസ് എല്ലാം കൂടിയിട്ടുണ്ട്. ഹീറോയിൻ അവിടെ ഇരിക്കുന്ന ലേഡിയോട് ചോദിക്കും ബസ് ടിക്കറ്റ് എടുക്കുമെന്ന്. കട്ട് ചെയ്താൽ ഹീറോയിന് അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. ചിലപ്പോൾ അവള് ബസ് ടിക്കറ്റ് കൊടുത്ത് വാങ്ങിച്ചതായിരിക്കാം, അറിയാൻ പാടില്ല. ഇതിനുശേഷം പോലീസ് സ്റ്റേഷനാണ് കാണിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ കൂട്ടുകാരനും അതുപോലെ തന്നെ ഹീറോ ഇരിപ്പുണ്ട്. ഹീറോനെയും കൂട്ടുകാരനെയും പിടിച്ചു വെച്ചേക്കാണ് പോലീസുകാർ അടി ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ. അങ്ങോട്ട് കൂട്ടുകാരന്റെ അമ്മ വരും. കൂട്ടുകാരന്റെ അമ്മ വന്നിട്ട് കൂട്ടുകാരനെ പൊതിരെ തല്ലും. പിന്നാലെ തന്നെ ഹീറോന്റെ അമ്മയുണ്ട്. അമ്മ വന്നിട്ട് ഹീറോനെ കെട്ടിപ്പിടിക്കും. ഹീറോന്റെ അമ്മ പാവമാണ്, ഭയങ്കര ഇന്നസെന്റ് ആണ്. എന്റെ മോനെ അടിക്കല്ലേ, അവൻ പാവ, അവന്റെ മുഖത്ത് അടിക്കല്ലേ എന്ന് കൂട്ടുകാരന്റെ അമ്മയോട് പറയും. യവന്മാര് രണ്ടുപേരും കൂടെ ആണല്ലോ പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് അടി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ മുമ്പിലിട്ട് ഹീറോനെ തല്ലും. പക്ഷെ അമ്മ പൊത്തിപ്പിടിക്കാനൊക്കെ നോക്കുമെങ്കിലും ഹീറോയ്ക്ക് അടി കിട്ടുന്നുണ്ട്. ഇതൊന്നും സഹിക്കാൻ വയ്യാതെ അകത്ത് കുറച്ച് ജയിലിൽ കിടക്കുന്ന ആൾക്കാരുണ്ട്. അവര് പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ഈ ജയിലിൽ കിടക്കുന്ന ആൾക്കാരും ഹീറോയും ഹീറോന്റെ അമ്മയും കൂട്ടുകാരനൊക്കെ ആയിട്ട് അടിയാവുന്നുണ്ട്. പോലീസുകാരാണ് വന്ന് പിടിച്ചു മാറ്റുന്നത് പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനായിട്ട്. ആ സമയമായിരിക്കും ഹീറോന്റെ അച്ഛൻ കയറി വരുന്നത്. അച്ഛന് ഹീറോനെ ഇറക്കണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല. അവനവൻ വരുത്തി വെക്കുന്നത് അവനവൻ തന്നെ തീർക്കണമെന്ന് ഹീറോനോട് പറയും. ഹീറോയ്ക്ക് മനസ്സിലായി അച്ഛൻ അവനെ തഴഞ്ഞു എന്ന്. എന്തായാലും അവിടെ തന്നെ വില്ലൻ പയ്യന്റെ അച്ഛനും വില്ലൻ പയ്യനും നിപ്പുണ്ട്. പിന്നെ അവരുടെ കുറച്ച് കൂട്ടരും. ഈ അച്ഛനും വില്ലൻ പയ്യന്റെ അച്ഛനുമായിട്ട് എന്തൊക്കെ ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. പതിയെ അച്ഛൻ ചെന്നിട്ട് വില്ലൻ പയ്യന്റെ അച്ഛനോട് ക്ഷമ പറയും. എന്റെ മോൻ അറിയാതെ ചെയ്തതാണ്, അതല്ല കുട്ടിക്കാലത്തൊക്കെ അടിയാവുമല്ലോ, അതൊന്നും വലിയ കാര്യമാക്കി എടുക്കാൻ പാടില്ല എന്ന്. എന്തായാലും അയാൾ ക്ഷമിച്ചു കൊടുക്കും. പക്ഷെ അയാൾക്ക് ഭയങ്കര അഹങ്കാരമാണ്. അഹങ്കാരത്തോടു കൂടി മോനെയും പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ്. പിന്നാലെ തന്നെ ഹീറോന്റെ അച്ഛനും ഇറങ്ങി ചെല്ലും. ഹീറോന്റെ അച്ഛൻ ബിസിനസ്സിന് ഇതൊന്നും ബാധിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അയാളും അതിന് സമ്മതിക്കും. ഇവര് തമ്മിൽ അടികൂടിയെന്ന് പറഞ്ഞ് ബിസിനസ്സിനെ ബാധിക്കത്തില്ല. പക്ഷെ വില്ലൻ പയ്യന്റെ അച്ഛൻ ഇത്തിരി അഹങ്കാരം കൂടുതലാണ്. വില്ലൻ പയ്യനെ പോലെ തന്നെയാണ് പൈസയുടെ അഹങ്കാരമുണ്ട്. ഹീറോന്റെ അച്ഛൻ കാറിന്റെ ഡോറൊക്കെ തുറന്നു കൊടുക്കും വില്ലൻ പയ്യന്റെ അച്ഛന് പോകാനായിട്ട്. ഹീറോന്റെ അച്ഛനെ കാട്ടി കുറച്ചുകൂടെ വലിയ ആളാണ്, ഇത്തിരി കൂടെ വലിയ ബിസിനസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ റെസ്പെക്ട് അച്ഛൻ കൊടുക്കുന്നുണ്ട്. ഇപ്പം വില്ലൻ പയ്യനെയും അച്ഛനെ അവിടെ നിന്ന് പറഞ്ഞു വിടും. അതേ നേരമായിരിക്കും ഹീറോയും ടീംസും പുറത്തോട്ട് ഇറങ്ങി വരുന്നത്. ഹീറോയും കൂട്ടുകാരനും അമ്മമാരും. കൂട്ടുകാരന്റെ അമ്മ കൂട്ടുകാരനെ അടിച്ച് അവിടെ നിന്ന് ഓട്ടിച്ചു കൊണ്ടുപോകും. ഇനി ഹീറോന്റെ കൂടെ കൂട്ടുകൂടാൻ പാടില്ല എന്ന്. പക്ഷെ അവൻ വീണ്ടും കൂട്ടുകൂടും, അറിയാൻ പാടില്ല. അവര് പോയതിനു ശേഷം ഹീറോന്റെ അമ്മ, അച്ഛൻ അവര് മൂന്നുപേരും അവിടെ നിൽക്കുകയാണ്. അച്ഛൻ അവനെ ചീത്ത പറയും, നിന്നെ പോലൊരു മോനെയാണല്ലോ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഹീറോ ഇതൊന്നും കാര്യമായിട്ട് എടുക്കുന്നില്ല. പതിയെ അച്ഛൻ്റെ അടുത്ത് നിന്നിട്ട് എനിക്കൊരു 10,000 രൂപ തരുമെന്ന് ചോദിക്കും. ഒന്ന് പോടാന്ന് പറഞ്ഞിട്ട് അവന്റെ മുഖത്ത് നോക്കി ഒറ്റ അടി കൊടുക്കുകയാണ്. അച്ഛൻ ഇതുവരെ അവനെ അടിച്ചിട്ടില്ലായിരുന്നു. ആദ്യമായിട്ടാണ് അവന്റെ മുഖത്ത് അടിച്ചത്. ഹീറോയ്ക്ക് ഒരുപാട് വിഷമവും. ഹീറോ ഒന്നും മിണ്ടില്ല, അവിടെ നിന്ന് മാറി നടന്നു പോവുകയാണ്. അമ്മയ്ക്ക് ഒരുപാട് വിഷമമായിട്ടുണ്ട്. ഈ അമ്മയെന്ന് പറയുമ്പോൾ ഒരുപാട് ഇന്നസെന്റ് ആയിട്ടുള്ള വ്യക്തിയാണ്. അവനെ ഉപദ്രവിക്കത്തില്ല, ഭയങ്കര നല്ല രീതിയിലാണ് പെരുമാറുന്നത്. അമ്മയ്ക്ക് വിഷമമായിട്ടുണ്ട്. ഹീറോയ്ക്ക് അതിലേറെ വിഷമമായിട്ടുണ്ട്. അച്ഛൻ അവനെ ആദ്യമായിട്ടാണ് അടിച്ചിട്ടുള്ളത്. ഹീറോനോട് അച്ഛൻ ചോദിച്ചത് പോലുമില്ല അവൻ എന്തിനാണ് അടി ഉണ്ടാക്കിയതെന്ന്. വില്ലൻ പയ്യന്റെയിലാണ് തെറ്റുള്ളത്. വില്ലൻ പയ്യനാണ് ഹീറോനെ വെറുതെ ചൊറിഞ്ഞത്. ഹീറോ അറിയാതെ റൂമിൽ കയറി വന്നെന്ന് വിചാരിച്ചിട്ട് ഹീറോനോട് അങ്ങനെ പെരുമാറേണ്ട കാര്യമൊന്നും ഇല്ലായിരുന്നല്ലോ. അവിടെ ഈഗോ പ്രശ്നമാണ് വന്നത്. അച്ഛൻ അതൊന്നും ചോദിക്കാതെയാണ് ഹീറോനെ അടിച്ചിട്ടുള്ളത്. ഹീറോ ആകെ വിഷമിച്ചൊരു റെയിൽവേ സ്റ്റേഷനിൽ വരും. അവിടെ വന്നിട്ട് ടിക്കറ്റ് എടുക്കുകയാണ്. പിന്നെ ട്രെയിൻ കയറിയിട്ട് ഒരു സ്ഥലത്ത് വരും. അവിടെ തന്നെ കുറെ പൂക്കളൊക്കെ ഉണ്ട്. ഹീറോന്റെ ഒരു ഗാർഡൻ പോലത്തെ സ്ഥലമാണ്. അവൻ പൂക്കൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ പൂക്കൾ വളർത്തുന്നുണ്ട്. അവിടെ വന്നിട്ട് അവൻ റേഡിയോയിൽ പാട്ടൊക്കെ ഇട്ടിട്ട് വെള്ളം ഒഴിക്കുകയാണ് ചെടിക്ക്. ചാടി ചാടി ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് വെള്ളം ഒഴിക്കുന്നത്. അന്നത്തെ രാത്രി മൊത്തം അവൻ ആ ചെടീനെ പരിചരിക്കും. പിറ്റേ ദിവസം ആവുമ്പോൾ അവൻ ഉറങ്ങിയിട്ടില്ല. ഉറങ്ങാതെ പുറത്തോട്ടിറങ്ങി വരും. പുറത്തോട്ടിറങ്ങി വരുന്ന സമയത്ത് അവിടെ ഒരു പ്രത്യേക തരം ചെടി നിപ്പുണ്ട്. ആ പൂ കാണുമ്പോൾ അവൻ ആ പൂ പിച്ചണമെന്ന് തോന്നുന്നുണ്ട്. ഒരുപാട് ഭംഗിയുണ്ട്. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് കുറച്ച് പൂ പിച്ചിടുകയാണ്. പിന്നീട് അവൻ ആ പൂവും പൊതിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കും ട്രെയിൻ കാത്തുകൊണ്ട്. തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഹീറോയിൻ നിപ്പുണ്ട്. ഇവൻ കഴിഞ്ഞ രാത്രി ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ഉറക്കം തൂങ്ങിയിട്ടാണ് നിൽക്കുന്നത്. ഉറങ്ങി ഹീറോയിന്റെ തോളിൽ പോയി വീഴും. എന്നാൽ ഹീറോയിൻ അവനോട് ദേഷ്യപ്പെടുന്നൊന്നുമില്ല. ഇവൻ ഉറക്കം തൂങ്ങിയിട്ടാണെന്ന് അവൾക്ക് മനസ്സിലായി. അവൻ അവളോട് ക്ഷമ പറയും, അറിയാതെ പറ്റുന്നതാണെന്ന്. പിന്നീട് ഇവർ രണ്ടുപേരും ഒരേ ട്രെയിനിലാണ് കയറി പോകുന്നത്. ഹീറോ അവിടെ നിന്ന് ഉറങ്ങുന്നുണ്ട്. അവിടെ പിടിച്ചു നിന്ന് ഉറങ്ങുന്നുണ്ട്. വീഴാൻ പോകുന്നുണ്ട്. അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് ശല്യമാവുന്നുണ്ട്. അതുപോലെ ഹീറോയിൻ തൊട്ടടുത്തിരിക്കുന്ന ഒരു അപ്പൂപ്പന്റെ പത്രം വാങ്ങുന്നുണ്ട് അവൾക്ക് വായിക്കാനായിട്ട്. അവൾ പത്രമൊക്കെ വായിക്കാറുണ്ട്. ഈ നേരം കൊണ്ട് ട്രെയിൻ ഒരു സ്റ്റോപ്പിൽ എത്തിയിട്ട് അവിടെ ഇരിക്കുന്ന കുറച്ച് ആൾക്കാർ ഇറങ്ങിപ്പോവും. ഹീറോയ്ക്ക് ഇരിക്കാനായിട്ട് സീറ്റ് കിട്ടുന്നുണ്ട്. എന്നാൽ വയസ്സായ ഒരു അമ്മൂമ്മ വന്നതുകൊണ്ട് തന്നെ ഹീറോ മാറിക്കൊടുക്കുകയാണ്.
പയ്യനാണ്. അവൻ അത്ര ഉറക്കം വന്നിരുന്നിട്ടും അവൻ മാറിക്കൊടുക്കുന്നുണ്ട്. നല്ലൊരു പയ്യനാണ്. പിന്നീട് അവൻ ഡോറിന്റെ അവിടെ വന്നിട്ട് അവിടെ നിന്ന് ഉറങ്ങും. ഓപ്പോസിറ്റ് തന്നെ ഹീറോയിൻ നിൽപ്പുണ്ട്. ഹീറോയിൻ നോക്കുമ്പോൾ അവൻ ഉറങ്ങി വീഴാൻ പോവാണ്. ഇത് കാണുന്ന അവൾക്ക് ചിരി വരും. ഇവളിങ്ങനെ ചിരിക്കുന്നത് അവൻ പതിയെ നോക്കുന്നുണ്ട്. അവൻ രൂക്ഷമായിട്ട് തന്നെ അവിടെ നോക്കുന്നുണ്ട്. പക്ഷെ ഉറക്കപ്പിച്ചിൽ നോക്കുന്നതാണ്. എന്തായാലും അവനെ നോക്കാത്ത രീതിയിൽ അവൾ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അവൻ ഉറങ്ങി വീഴാനൊക്കെ പോകും കേട്ടോ. പക്ഷേ എങ്ങനെയെങ്കിലുമൊക്കെ എണീക്കും. അങ്ങനെ ഹീറോയ്ക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. ഹീറോ കുറച്ച് വൈകിപ്പോയി. സ്റ്റോപ്പ് എത്തിയ കാര്യം അറിഞ്ഞില്ല. പെട്ടെന്ന് തന്നെ ഓടുമ്പോൾ ഒരാളുടെ ദേഹത്ത് കയറി തട്ടുന്നുണ്ട്. അയാളോട് ക്ഷമയും പറഞ്ഞിട്ടാണ് പോകുന്നത്. പക്ഷെ ഹീറോയിൻ ആ സ്റ്റോപ്പിൽ ഇറങ്ങുന്നില്ല. അവിടെ നോക്കുമ്പോൾ ഹീറോ പോയപ്പോൾ അവന്റെ ഇരുന്ന ഒരു പൂ തറയിൽ പോയിട്ടുണ്ട്. അത് അവള് നോക്കി നിൽക്കുന്നുണ്ട്. പിന്നീട് ഹീറോയിന്റെ ട്രെയിൻ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് നേരെ അവള് വർക്ക് ചെയ്യുന്ന ആ കമ്പനിയിൽ ചെല്ലും. ഹീറോയിന്റെ അച്ഛന്റെ ആ കമ്പനി തന്നെ. അവിടെ ആര് രാവിലെ വന്നിട്ടില്ല. ഹീറോയിനാണ് ആദ്യം വന്ന് എല്ലാം റെഡിയാക്കുന്നത്. അവള് ഹീറോയിന്റെ കയ്യിൽ നിന്ന് പോയ ആ പൂ എടുത്തോണ്ട് വന്നിട്ടുണ്ട്. അതെടുത്തോണ്ട് വന്നിട്ട് ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ച് അതിനകത്ത് ഇട്ട് വയ്ക്കുകയാണ്, ആ പൂ വാടിപ്പോതിരിക്കാനായിട്ട്. അതേ നേരം നമ്മുടെ അമ്മയാണെങ്കിൽ വീട്ടിലുണ്ട്. ഹീറോ വന്നിട്ട് വന്ന് ആ പൂ കൊടുത്തിട്ടുണ്ട്. അമ്മ അതുപോലെ തന്നെ പൂവിനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഈ നേരം ഹീറോ അകത്ത് കിടന്ന് ഉറങ്ങാണ്. കഴിഞ്ഞ രാത്രി ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ഒരുപാട് ക്ഷീണമുണ്ട്. അച്ഛൻ അകത്തോട്ട് കയറി വന്ന് നോക്കുമ്പോൾ ഹീറോ കിടന്ന് ഉറങ്ങുന്നതാണ് കാണുന്നത്. അച്ഛന് ഹീറോ അടിച്ചത് കൊണ്ട് തന്നെ നല്ല കുറ്റബോധമുണ്ട്. പതിയെ അടുത്ത് വന്നിട്ട് അവന്റെ ഉറക്കം കെടുത്താതെ അവന് ബെഡ്ഷീറ്റ് പൊതിച്ചു കൊടുക്കുകയാണ്. പിന്നീട് അച്ഛൻ പുറത്തിറങ്ങി വരും. അമ്മയോട് സംസാരിക്കും. അമ്മ അച്ഛനോട് പറയും, കഴിഞ്ഞ രാത്രി നിങ്ങൾ ഉറങ്ങിയില്ലല്ലോ, അവനോട് പറഞ്ഞൂടെ നിങ്ങൾക്ക് കുറ്റബോധമാണെന്ന്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ റൂഡായിട്ട് പെരുമാറുന്നത്? നിങ്ങളുടെ ഫീലിങ്സ് പ്രകടിപ്പിച്ചൂടെ? എന്നാൽ അച്ഛൻ അങ്ങനെ പ്രകടിപ്പിക്കുന്ന ആളൊന്നുമല്ല. നീ എന്തിനാ വേണ്ടാത്ത കാര്യമൊക്കെ പറയുന്നതെന്ന് ചോദിക്കും. അച്ഛന് ഹീറോനെ അടിച്ചത് കൊണ്ട് നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു, എന്നാൽ അത് പ്രകടിപ്പിച്ചില്ല. അമ്മ ഹീറോന് ഒരു കാറ് വാങ്ങിച്ചു കൊടുക്കാൻ പറയും. കാരണം ഹീറോന്റെ പ്രായത്തിലുള്ള എല്ലാ കുട്ടികൾക്കും കാറുണ്ട്, എന്നാൽ ഹീറോയ്ക്ക് മാത്രമില്ല. അതുകൊണ്ട് തന്നെ ഹീറോയ്ക്ക് ഒരു കാറ് വാങ്ങിച്ചു കൊടുക്കാൻ പറയുമ്പോൾ അച്ഛൻ ദേഷ്യപ്പെടും. എന്തിനാ അവന് കാറ്? അവന് കാറൊന്നും വേണ്ടെന്ന് പറയും. പിന്നീട് അച്ഛൻ വന്ന് ഷൂ ഇടുമ്പോൾ അമ്മ വഴക്ക് പറയും. നിങ്ങൾക്ക് ഒരു കാര്യം അറിയാമോ? ആ പാവപ്പെട്ട പയ്യനാണ് എന്നും നിങ്ങളുടെ ഷൂ പോളിഷ് ചെയ്യുന്നത്. എന്നിട്ട് അവനോട് ദേഷ്യപ്പെടുകയും അടിക്കുകയും ചെയ്യോ? നിങ്ങൾ എന്ത് മനുഷ്യനാണെന്ന് പറയുമ്പോൾ അച്ഛൻ വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അച്ഛൻ വഴക്ക് പറയുന്നത് ചുമ്മാതാണ്, പക്ഷെ ഉള്ളിൽ ഒരുപാട് സ്നേഹമാണ്, പ്രകടിപ്പിക്കാൻ അറിയില്ല. പിന്നീട് അച്ഛൻ പുറത്തിറങ്ങി വരുമ്പോൾ ഓപ്പോസിറ്റ് ഒരു കാറ് പോകുന്നുണ്ട്. സൈഡിൽ തന്നെ കുറച്ച് വെള്ളം കെട്ടിക്കിടപ്പുണ്ട്. അതിനകത്ത് കൊണ്ട് നല്ല സ്പീഡിൽ ഓടിക്കും കാറ്. അങ്ങനെ അച്ഛന്റെ കാലിലും ഷൂയിലും പാന്റിലും വീഴുന്നുണ്ട്. അച്ഛൻ അയാളോട് ഇത് കണ്ടോന്ന് ചോദിക്കുമ്പോൾ അയാൾ മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് പോവാണ്. എന്തായാലും അച്ഛൻ തറയിലിരുന്നിട്ട് അത് വൃത്തിയാക്കുകയാണ്, ഷൂ തുടക്കുകയാണ്. ഇതേ നേരം അമ്മ ഹീറോന്റെ റൂമിൽ വന്നിട്ടുണ്ട്. എല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. ഹീറോനെ ആരോ വിളിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫോണൊക്കെ കൊണ്ട് കൊടുത്തിട്ട് അവിടുത്തെ കർട്ടനൊക്കെ ഓപ്പൺ ആക്കി ഇടുകയാണ്. കുറച്ച് സൂര്യപ്രകാശം അകത്ത് കയറിയിട്ട് അവൻ ഉറക്കത്തിൽ നിന്ന് എണീക്കട്ടെന്ന് വിചാരിച്ചിട്ട് ഹീറോൻ അവന്റെ കൂട്ടുകാരനാണ് വിളിച്ചത്. കൂട്ടുകാരൻ വിളിച്ചത് കൊണ്ട് തന്നെ കൂട്ടുകാരന്റെ സ്ഥലത്ത് ചെല്ലും. അതൊരു റിയാലിറ്റി ഷോ നടക്കുന്ന സ്ഥലമാണ്. ഹീറോയ്ക്ക് എന്താ സംഭവം എന്നൊന്നും അറിയത്തില്ല. അവിടെ ചെല്ലുമ്പോഴാണ് കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുന്നത്. ഹീറോന്റെ വേറൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു. അവനാണ് ഈ റിയാലിറ്റി ഷോയ്ക്ക് പങ്കെടുക്കേണ്ടത്. എന്നാൽ അവൻ വന്നിട്ടില്ല. അവനെ ഫോൺ എടുത്തിട്ട് റീച്ച് ആവുന്നില്ല. അവൻ എവിടെ പോയി? അവനെ കാണാനില്ല. ഇപ്പൊ അവന് പകരമായിട്ട് ഹീറോനെ കൊണ്ടുവന്നതാണ്. ഹീറോ എനിക്ക് താല്പര്യമില്ല എന്ന് പറയുമ്പോഴും കൂട്ടുകാരൻ കേൾക്കില്ല. വാടാന്ന് പറഞ്ഞിട്ട് ഹീറോനെ കാലി തൂക്കി പിടിച്ചോണ്ട് പോവുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡേറ്റിംഗ് റിയാലിറ്റി ഷോ ആണ്. ഒരു 4 പെൺകുട്ടികളും 4 ആൺകുട്ടികളും അവരങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഒരു റിയാലിറ്റി ഷോ ആയിട്ട് എടുക്കുന്നു, അത്രേ ഉള്ളൂ. പിന്നീട് ഓരോ ആൾക്കാരായിട്ട് വന്ന് അവരെ സ്വയമേ ഇൻട്രൊഡ്യൂസ് ചെയ്യും. ആദ്യം തന്നെ ഒരു പയ്യൻ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അവന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. പിന്നെ രണ്ടാമത് കൂട്ടുകാരൻ വന്ന് പറയും. മൂന്നാമത് ഹീറോ വരുമ്പോൾ പെൺകുട്ടികളെല്ലാം ഇംപ്രസ് ആവും. അവരെല്ലാം അവരുടെ മുടി റെഡിയാക്കുന്നുണ്ട്. ഹീറോനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹീറോനെ കണ്ടപ്പോൾ എല്ലാവർക്കും ക്രഷ് അടിച്ചിട്ടുണ്ട്. പക്ഷെ ഹീറോ ഇത്തിരി നെർവസ് ആണ്. ബാക്കിയുള്ള ആൾക്കാരെ പോലെ ചാടിത്തുള്ളി നടക്കുന്ന ഒരാളല്ല. അവൻ പേടിച്ച് വന്നിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യും. അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം പൂക്കളാന്ന് പറയുന്നുണ്ട്. ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് പറഞ്ഞതാണ്, സത്യമാണ്. അവൻ പൂക്കൾ വളർത്താനായിട്ട് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. പിന്നീട് ഈ 2 ഗ്രൂപ്പുകാർ തമ്മിൽ സംസാരിക്കും. അതിലൊരു പെൺകുട്ടി ഹീറോനോട് ചോദിക്കും, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള പൂക്കൾ ഏതാണെന്ന്. ഹീറോ പറഞ്ഞു കൊടുക്കും. അവ രാവിലെ പിച്ചിക്കൊണ്ട് വന്നില്ലേ, ആ പൂ തന്നെയാണ്. അത് കൊറിയയിൽ കോമൺ ആണ്. എവിടെ നോക്കിയാലും ആ പൂ കാണും. പക്ഷെ ഹീറോയ്ക്ക് അത് ഒരുപാട് ഇഷ്ടമാണ്. ഇതേ നേരം അച്ഛന്റെ കമ്പനിയിൽ കാണിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അച്ഛൻ പൈസ കൊടുത്തിട്ടുണ്ട്. സാലറി ക്രെഡിറ്റ് ആവാനുള്ള സമയമായിട്ടില്ല. പിന്നെ എന്താ പൈസ എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ ബിസിനസ്സിൽ കുറച്ചുകൂടെ മുമ്പിലോട്ട് എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ടിപ്പ് കൊടുത്തതാണ്. അതായത് അവർ ഒരുപാട് കഷ്ടപ്പെടുന്നില്ലേ, അപ്പം കിട്ടുന്നതിലൊരു പങ്ക് കൊടുക്കുകയാണെങ്കിൽ അവർ ഇത്തിരി കൂടെ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കും. അച്ഛൻ പൈസ കൊടുത്തത് കൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അച്ഛന് ലാഭം കിട്ടിയപ്പോൾ അതിന്റെ ലാഭത്തിൽ നിന്ന് കുറച്ച് അവർക്ക് കൊടുത്തു. എല്ലാവർക്കും ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇതൊരു ബോണസ് പോലാണ്, ഒരിക്കലും സാലറി അല്ല. ഈ നേരം ഹീറോയിൻ ടീംസും എല്ലാവരും പാട്ട് പാടലും ഡാൻസ് കളിയും അവിടെ ഒരു ആർമാദമാണ്. അവരവരുടെ ലൈഫ് അടിപൊളിയാക്കുന്നുണ്ട്. വീണ്ടും അച്ഛനെ കാണിക്കുകയാണെങ്കിൽ അച്ഛൻ വേറൊരു കമ്പനിയായിട്ട് കൊളാബ് ചെയ്യട്ടോന്ന് അവരോട് ചോദിക്കുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന ലാഭം ഏകദേശം 100 മില്യൺ ആണ്. ഇത് കേൾക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഒന്ന് മഞ്ഞളിച്ച് പോകുന്നുണ്ട്. അവർക്കും അതിൽ നിന്ന് പങ്ക് കിട്ടല്ലേ. പക്ഷെ അച്ഛനൊരു പേടി, അതിപ്പോ നടന്നില്ലെങ്കിലോ, അത് ഒരുപാട് റിസ്ക് ഉണ്ട്. അതുകൊണ്ട് അച്ഛൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. പിന്നീട് അച്ഛൻ ഓഫീസിലോട്ട് പോകുമ്പോൾ അങ്ങോട്ട് ഹീറോയിൻ കയറി വരും. ഹീറോയിൻ വരുമ്പോൾ ഹീറോയിനും അച്ഛനും ഒരുപാട് അടുപ്പത്തിലാണ്. അതായത് ഒരു മോള് അച്ഛൻ ബന്ധം. ഹീറോയിനോട് ചോദിക്കുന്നു, നിന്റെ അഭിപ്രായം എന്താണ്, അവരുമായിട്ട് കൊളാബ് ചെയ്യണമെന്ന്. എന്നാൽ ഹീറോയിന് അറിയാം അതിനകത്ത് റിസ്ക് ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഹീറോയിന് താല്പര്യമില്ല.
അതുമായിട്ട്. അച്ഛനോട് കാര്യം പറയും, ഇതിനകത്ത് ഒരുപാട് റിസ്ക് ഉണ്ട്, അതുകൊണ്ട് വേണ്ടാന്ന്. ഇവര് തുണിയുടെ കൊളാബാണ് ചെയ്യുന്നത്. ആ തുണി കമ്പനി പൊളിഞ്ഞിരിക്കുകയാണ്, എപ്പം വേണമെങ്കിലും പൊട്ടിപ്പോവാം, അതുകൊണ്ട് തന്നെ അതിനകത്തൊരു റിസ്ക് എലമെന്റ് ഉണ്ട്. അതാണ് ഹീറോയിൻ പറഞ്ഞു കൊടുത്തത്. വീണ്ടും ഹീറോയിനെയും കൂട്ടുകാരനെയും കാണിക്കുകയാണെങ്കിൽ അവരൊരു ഫോൺ ബൂത്തിന്റെ അടുത്ത് വന്നിട്ട് ഇന്ന് വരാന്ന് പറഞ്ഞ കൂട്ടുകാരനെ വിളിക്കും, എന്നാൽ ഫോൺ എടുക്കുന്നില്ല. ഹീറോ ഒരാൾക്ക് പകരമല്ലേ ഈ റിയാലിറ്റി ഷോയിൽ വന്നത്, ആ കൂട്ടുകാരനെ പറ്റി തിരക്കും, പക്ഷെ ഫോൺ എടുക്കുന്നില്ല, ബിസിയാണ്, റീച്ച് ആവുന്നില്ല. പിന്നീട് അവര് പാട്ട് പാടി സന്തോഷിച്ചിട്ടൊക്കെയാണ് തിരിച്ചു പോകുന്നത്. അവിടെ തന്നെ ആ പെൺകുട്ടികൾ ഇരിപ്പുണ്ട്. അവർക്ക് ഒരുപാട് സന്തോഷമായിട്ടുണ്ട്, ഇന്നത്തെ ദിവസം ഒരുപാട് അടിപൊളിയാണ്. രാത്രി ആവുന്ന സമയത്ത് ഹീറോയിന്റെ വീടാണ് കാണിക്കുന്നത്. അവിടെ തന്നെ ഹീറോയിൻ ഒരു അനിയത്തിയുണ്ട്. അനിയത്തി രാത്രി എങ്ങോട്ടോ മുങ്ങാനുള്ള പരിപാടിയാണ്. പതിയെ പതിയെ ഷൂ ഒക്കെ എടുത്ത് പോകുമ്പോൾ അവിടെ തന്നെ ഒരു മുത്തശ്ശി ഇരിപ്പുണ്ട്. മുത്തശ്ശി ഒറ്റ വിളിയലാണ്, എവിടെ പോവാ, പോകുമ്പോ സൂക്ഷിച്ചു പോണേന്ന് പറയും. പക്ഷെ പോണ്ടെന്നൊന്നും പറയുന്നില്ല, മുത്തശ്ശിക്ക് അതിനുള്ള ബോധമൊന്നുമില്ല. എന്തായാലും അനിയത്തി പോകാനായിട്ട് ഇറങ്ങുമ്പോഴായിരിക്കും ഹീറോയിൻ ജോലിയൊക്കെ കഴിഞ്ഞ് അകത്തോട്ട് കയറി വരുന്നത്. എവിടെ പോവാ, നീ രാത്രി എവിടെ പോവാ എന്നും പറഞ്ഞ് അവളെ പിടിച്ച് വീട്ടിന്റെ അകത്ത് കൊണ്ടുവരും. അനിയത്തിനെ ഒറ്റയ്ക്ക് വിടുന്നില്ല. പിന്നെ ഈ അനിയത്തി ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. എന്ത് ജോലി എന്നല്ലേ, ഈ എയർപോർട്ടിലൊക്കെ വിളിച്ചു പറയത്തില്ലേ ഇന്ന ടെർമിനലിൽ ഈ പ്ലെയിൻ വന്നു എന്നൊക്കെ, അങ്ങനത്തെ ജോലി. അത് കൊണ്ടുവന്ന് ഹീറോയിൻ അവളെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുകയാണ്. ഹീറോയിനും അനിയനും അതുപോലെ തന്നെ മുത്തശ്ശി ഇരുന്ന് കേൾക്കുന്നുണ്ട്. അവൾ നല്ല രീതിയിൽ തന്നെ വിളിച്ച് പറയുന്നുണ്ട്, അവൾക്ക് ജോലി ഉറപ്പാണ്. ആ സന്തോഷത്തിലാണ് അനിയത്തി. ആ സമയം അനിയത്തി ഹീറോയിന്റെ ആ ഡയറി എടുക്കുന്നുണ്ട്. അവൾ എന്തൊക്കെ എഴുതി വയ്ക്കുന്ന ഡയറി അതെടുത്ത് വെച്ചിട്ട് ഹീറോയിനെ കളിയാക്കാനായിട്ട് തുടങ്ങും. ഹീറോയിൻ എണീറ്റിട്ട് ആ ഡയറി തട്ടിപ്പറിച്ചിട്ട് അനിയത്തി തറയിൽ തള്ളിയിടും. പക്ഷെ വലുതായിട്ട് വലിയ വീഴ്ചയൊന്നുമല്ല, ചുമ്മാ കളിക്കുന്നതാണ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും. അവരുടെ ബന്ധം നമ്മളെ കാണിച്ചു തന്നെയാണ് എങ്ങനെയാണെന്ന്. പിന്നെ ആ കുടുംബം നോക്കുന്നത് ഹീറോയിനാണ്. ഹീറോയിൻ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ആ കുടുംബം നോക്കാനായിട്ട്. അനിയത്തിനെ നോക്കണം, അനിയന്റെ ചെലവ് നോക്കണം, മുത്തശ്ശിയുടെ ചെലവ് നോക്കണം. അപ്പൊ ഹീറോയിൻ എടുക്കേണ്ടി വരും. ഈ നേരം നമ്മുടെ ഹീറോ അവന്റെ ഗാർഡനിൽ വന്നിട്ടുണ്ട്. അവിടെ വന്നിട്ട് അവന്റെ ചെടികൾ എടുത്ത് പോളിനേഷൻ ചെയ്യുന്നുണ്ട്. അതായത് ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് എടുത്തിട്ട് സ്റ്റിഗ്മയിലോട്ട് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ ബട്ടർ പേപ്പർ വെച്ച് പൊതിയുന്നുണ്ട്. ഞാനത് പഠിച്ചിട്ടേ ഉള്ളൂ, ഇപ്പൊ നേരിട്ട് കണ്ടു അവൻ ചെയ്യുന്നത്. അതായത് പോളിനേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് അവൻ വീട്ടിൽ വരുമ്പോൾ അച്ഛന്റെ ഷൂ അഴുക്കായിരിക്കുന്നതാണ് കാണുന്നത്. പതിയെ ആ ഷൂ എടുത്തിട്ട് അവൻ പോളിഷ് ചെയ്ത് വൃത്തിയാക്കാനായിട്ട് തുടങ്ങും. എപ്പോഴും അച്ഛന്റെ ഷൂ അവനാണ് വൃത്തിയാക്കുന്നത്. അവൻ അച്ഛനെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിറ്റേ ദിവസം അച്ഛൻ കമ്പനിയിൽ പോകുമ്പോൾ ഒരു കരാറുമായിട്ട് അങ്ങോട്ട് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആള് വന്നിട്ടുണ്ട്. അതായത് ഇന്നലെ പറഞ്ഞ ആ കമ്പനിയുടെ കരാറ് തന്നെ, കൊളാബിന്റെ കാര്യം തന്നെ. അതിൽ അച്ഛൻ ഒന്ന് സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അതായത് കൊളാബിന് സമ്മതമാണ്. ഇനി കമ്പനി പൊട്ടിയാലും അത് ജയിച്ചാലും അച്ഛന്റെ ഉത്തരവാദിത്തമാണ്. നഷ്ടം വന്നാലും ലാഭം വന്നാലും അച്ഛന് തന്നെ. എന്താവുമെന്ന് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ കണ്ടറിയാം. രാത്രി ആവുന്ന സമയത്ത് ഹീറോയും കൂട്ടുകാരനും ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ചു പോവാണ്. ആ സമയം ഓപ്പോസിറ്റ് വില്ലൻ പയ്യൻ വരുന്നുണ്ട്. അവൻ കാർ ഓടിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അവന്റെ കൂട്ടത്തിൽ തന്നെ ഒരു പെൺകുട്ടിയുണ്ട്. ആ പെൺകുട്ടി ഹീറോനെ കണ്ടുടഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി വരും. ഹീറോനെ ചീത്ത പറയും. ഈ പെൺകുട്ടിക്ക് ഹീറോനോട് ക്രഷ് ഉണ്ട്. ഹീറോനെ പുറത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു ഡേറ്റിന് പോകാനായിട്ട്. എന്നാൽ ഹീറോയ്ക്ക് ഡേറ്റിനോടൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് പോയില്ല. പക്ഷെ അവൻ റിയാലിറ്റി ഷോയിൽ ഡേറ്റിന് പോയില്ലേ പെൺകുട്ടികളായിട്ട് സംസാരിക്കാൻ, അതുകൊണ്ട് തന്നെ വന്ന് ചീത്ത പറയാണ്, നിനക്ക് ഡേറ്റിനൊന്നും പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്തിനാ റിയാലിറ്റി ഷോയിൽ പോയെന്ന് ചോദിച്ചിട്ട്. ആ സമയം അങ്ങോട്ട് വില്ലൻ പയ്യ ഇറങ്ങി വരും. വില്ലൻ പയ്യ ഇറങ്ങി വന്നിട്ട് ആ പെൺകുട്ടിയെ വലിച്ചു പിടിച്ച് കൊണ്ടുപോകാനായിട്ട് നോക്കുകയാണ്. ഹീറോന്റെ കൂടെ വിടാതെ ആ പെൺകുട്ടീനെ ഭയങ്കര മോശമായിട്ട് വലിച്ചു പിടിച്ചുകൊണ്ട് പോകാൻ നോക്കുകയാണ്. എന്നാൽ ഹീറോയ്ക്ക് ഇത് കാണുമ്പോൾ ഒട്ടും സഹിക്കില്ല. ഹീറോ അവനെ തടയും. വില്ലൻ പയ്യന് ഒരുപാട് ദേഷ്യം വന്നിട്ട് അവൻ കാറിൽ പോയിരിക്കും. കാർ റിവേഴ്സ് എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് ഭയങ്കര വരവാണ്. ഹീറോയിനെ ആ പെണ്ണിനെ ഇടിക്കാനായിട്ട് വരുന്നത് പോലെയാണ് വന്നിട്ടുള്ളത്. എന്നാൽ അവ ഇടിക്കുന്നില്ല, തൊട്ട് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് റേസ് ചെയ്ത് നിർത്തുകയാണ്. ഹീറോ മാറിയില്ലെങ്കിൽ അവനെ ഇടിക്കും എന്നുള്ള രീതിയിൽ. പക്ഷെ ഹീറോ മാറില്ല. അവന് ഭയങ്കര വാശിപ്പുറത്ത് നിൽക്കുകയാണ്. നീ ഇടിക്കുന്നെങ്കിൽ ഇടിയിട എന്നുള്ള രീതിയിലാണ് ഹീറോയിൻ നിൽക്കുന്നത്. എന്നാൽ ആ പയ്യൻ ഇടിക്കുന്നൊന്നുമില്ല. കട്ട് ചെയ്താൽ ഹീറോയും കൂട്ടുകാരും എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിട്ടുണ്ട്. നേരത്തെ ഹീറോയ്ക്കൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പൊ ഹീറോനെ ഒന്നും ചെയ്തിട്ടില്ല, ആ പ്രശ്നം സോൾവ് ആക്കിയിട്ട് വന്നതായിരിക്കണം. ഇപ്പൊ അവരവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അതിന്റെ ഇടയിൽ ഹീറോന്റെ കൂട്ടുകാർ പറയുന്നുണ്ട്, ഹീറോന്റെ വേറൊരു കൂട്ടുകാരന്റെ ഫാമിലി ബിസിനസ്സിൽ പൊളിഞ്ഞുപോയി, അവരൊരുപാട് നഷ്ടത്തിലാണെന്ന്. അവര് തമാശ രീതിയാണ് പറഞ്ഞത്. എന്നാൽ ഹീറോയ്ക്ക് ഇത് കേൾക്കുമ്പോൾ എന്തോ ഫീൽ ആവും. പെട്ടെന്ന് തന്നെ ഹീറോ അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ആ ബിസിനസ് തകർന്ന പയ്യന്റെ വീട്ടിൽ ചെല്ലും. അവൻ അവിടേക്ക് വിളിച്ചു നോക്കുമ്പോൾ അവൻ അവിടെ ഇല്ല. ആ സമയം ദൂരെന്ന് ഒരുത്തൻ ഹീറോനെ നോക്കുന്നത് പോലെ ഹീറോയ്ക്ക് തോന്നും. സത്യമാണ്, അവിടെ നിന്ന് ഒരുത്തൻ നോക്കുന്നുണ്ട്. ഹീറോനെ കണ്ട ഉടനെ അവൻ അവിടെ നോടും. ഹീറോ വിടില്ല, പിന്നാലെ ചെന്ന് അവനെ പിടിക്കുകയാണ്. കാരണം ഹീറോയ്ക്ക് അറിയാം അത് അവന്റെ കടം കയറിയ കൂട്ടുകാരനാണെന്ന്. അതുകൊണ്ട് തന്നെ അവനെ പിടിച്ചു നിർത്തും. അവനോട് ചോദിക്കും, എന്താ പറ്റിയ, നീ എന്താ ഓടുന്നതെന്ന്. അവൻ അവസാനമായിട്ട് അവന്റെ വീട് കാണാൻ വന്നതാണ്. കടം കയറിയിട്ട് എല്ലാം വിൽക്കേണ്ടി വന്നു, ബിസിനസ് പൊട്ടിയിട്ടെ. അതുമല്ല കൊറിയയിൽ ഫിനാൻഷ്യൽ ക്രൈസിസ് നടക്കുകയാണ്. ഇത് 1987 കാലഘട്ടമാണ്. ഫിനാൻഷ്യൽ ക്രൈസിസ് നടക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ് ഒക്കെ ഒരുപാട് പൊട്ടിയിട്ടുണ്ട്. നീ എന്തിനാ ഓടിയെന്ന് അവനോട് ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ ഓടിയത് നീ എന്റെ പിന്നാലെ വരുന്നതുകൊണ്ടാ. നീ എന്റെ പിന്നാലെ വന്നാലും നിനക്ക് ഒരുപാട് പ്രശ്നവും, പോലീസ് പിടിച്ചോണ്ട് പോകും, നീ എന്റെ പിന്നാലെ വരണ്ടെന്ന് പറയുമ്പോൾ ഹീറോ അതൊന്നും കാര്യമാകുന്നില്ല. അവന് കൂട്ടുകാരനെ വലിയ കാര്യമാണ്. കൂട്ടുകാരൻ ഹീറോയ്ക്ക് ഒരു അഡ്വൈസ് കൊടുക്കും. അതായത് എപ്പോഴും മനുഷ്യരെ വിശ്വസിക്കാൻ പാടില്ല. എന്റെ അച്ഛനൊക്കെ മനുഷ്യരെ വിശ്വസിച്ചത് കൊണ്ടാണ് ഈ ഗതി വന്നതെന്ന്. അച്ഛൻ ഏതോ ബിസിനസ്സിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, കൂടെ നിന്ന് ആൾക്കാർ ചതിച്ചു, അങ്ങനെയാണ് പൊട്ടിപ്പോയത്. അതുകൊണ്ട് തന്നെ
പണം കഴിഞ്ഞിട്ടേ ബന്ധങ്ങൾക്ക് വില കൊടുക്കാവെന്ന് പറയുന്നുണ്ട്. പണത്തിനൊരു വാല്യൂ കൊടുക്കണം, ബന്ധങ്ങളിൽ കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല എന്ന്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് ഒരുപാട് വിഷമവും. പയ്യന്റെ കയ്യിൽ പൈസ ഇല്ലാന്ന് അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഹീറോ അവന്റെ പേഴ്സിലുള്ള പൈസ എടുത്തു കൊടുക്കും. അതുപോലെ തന്നെ ഹീറോന്റെ ചെയിനും മാലയും മോതിരവും എല്ലാം ഊരി കൊടുക്കുകയാണ്. ഹീറോന്റെ ഉള്ള എല്ലാ കാര്യങ്ങളും ഊരി കൊടുക്കുകയാണ്. അവനും ഗതികേട് കൊണ്ട് വാങ്ങുന്നുണ്ട്. കൂട്ടുകാരൻ അവിടെ നിൽക്കാൻ പറ്റത്തില്ല, കാരണം ദൂരെ നിന്ന് ആരോ വരുന്നതായിട്ട് അവന് തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവിടെ നിന്ന് പോവാണ്. പോണതിന് മുമ്പ് ഹീറോ വിളിച്ചിട്ട് പറയും, പെട്ടെന്ന് തന്നെ നീ വീട്ടിൽ പോയിക്കാണ്, അമ്മയുടെ കൂടെ പോയിരിക്കണമെന്ന്. കാരണം ഹീറോയ്ക്ക് അറിയാം അവൻ ഒരുപാട് തകർന്നിരിക്കുകയാണ്, ഇനി വല്ല ആത്മഹത്യം ചെയ്താലോ എന്ന്. എന്നാൽ അവൻ പറയും, നീ പേടിക്കണ്ട, ഞാൻ ആത്മഹത്യൊന്നും ചെയ്യത്തില്ല, എന്റെ കുടുംബത്തിന്റെ ആകെയുള്ള പ്രതീക്ഷയാണ് ഞാൻ, അതുകൊണ്ട് ഞാൻ എന്റെ അമ്മയുടെ അടുത്ത് പോവാന്ന് പറഞ്ഞിട്ട് അവൻ ധൈര്യം സംഭരിച്ച് അവിടെ നിന്ന് പോവാണ്. ഹീറോ നല്ലൊരു പയ്യനാണ്, കൂട്ടുകാരന് ആവശ്യം വന്നപ്പോൾ കൂടെ നിന്നില്ല. ഇതിനുശേഷം ഹീറോ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു കട കാണും. ആ കടയിൽ അച്ഛൻ ഒറ്റയ്ക്കിരുന്ന് ഫുഡ് കഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവൻ അത് നോക്കി നിൽക്കുന്നുണ്ട്. അച്ഛൻ്റെ അടുത്ത് പോയി മിണ്ടണമെന്നുണ്ട്, എന്നാൽ അച്ഛൻ്റെ അടുത്തോട്ട് പോകുന്നില്ല. ചെറിയൊരു പിണക്കമുണ്ട്. അവന് പിണക്കം എന്ന് പറഞ്ഞാൽ അങ്ങനെ പിണക്കമല്ല, അച്ഛനോട് മിണ്ടാനായിട്ട് എന്തോ പോലെ. കാരണം കഴിഞ്ഞ പ്രാവശ്യം അടിയായതല്ലായിരുന്നോ. എന്നാൽ അച്ഛനും സ്നേഹം പ്രകടിപ്പിക്കാനായിട്ട് അറിയില്ല, അതാണ് പ്രശ്നം. പിറ്റേ ദിവസം ഹീറോ അവന്റെ ഗാർഡനിൽ പോകുന്നുണ്ട്. കൂടെ കൂട്ടുകാരനുണ്ട്. കൂട്ടുകാരനെ കൊണ്ട് അവിടുത്തെ വളം ചുമപ്പിക്കുകയാണ് ചെടിക്കിടാനായിട്ട്. കൂട്ടുകാരൻ ചോദിക്കും ഹീറോനോട്, ഇതെന്നാ നിന്റെ അച്ഛനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നതെന്ന്. അച്ഛന് പൂക്കൾ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഹീറോയ്ക്ക് ഒരുപാട് ഇഷ്ടമായത്. അച്ഛന് കാണിച്ചു കൊടുക്കാനായിട്ടാണ് ഈ പൂക്കൾ എന്നെ വളർത്തുന്നത്. അച്ഛൻ എന്നാ കാണിച്ചു കൊടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സമയമായിട്ടില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ കാണിച്ചു കൊടുക്കാന്ന് പറയും. പിന്നെ കൂട്ടുകാരന്റെ ഡൗട്ട് എന്താന്ന് വെച്ചാൽ, റോസ് ചുമപ്പ് മാത്രമല്ലേ ഉള്ളൂ, അവൻ ഈ പിങ്കും വെള്ള റോസൊന്നും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര അത്ഭുതമാണ്. ഹീറോനോട് ഇതിനകത്ത് പെയിന്റ് അടിച്ച് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഹീറോ അവനെ കളിയാക്കും, റോസയിലാണോ പെയിന്റ് അടിക്കുന്നത്. ഈ നേരം എല്ലാവരും അച്ഛന്റെ ഓഫീസിൽ കൂടിയിട്ടുണ്ട്. അച്ഛനാണെങ്കിൽ അങ്ങോട്ട് കയറി വരും. അച്ഛന്റെ മുഖത്ത് എന്തോ ഒരു പേടി പോലെ, എന്തോ ഒരു വിഷമം ഉള്ളതുപോലെ. എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. പതിയെ പതിയെ അച്ഛൻ എല്ലാവരോടും വന്നിട്ടൊരു കാര്യം പറയും. അതും ഭയങ്കര വിഷമിപ്പിച്ചിട്ട് അറച്ചറച്ചിട്ടാണ് പറയുന്നത്. ഈ മാസത്തെ സാലറി വൈകും, എനിക്കൊരു അബദ്ധം പറ്റി, ഞാൻ കൊളാബ് ചെയ്ത കമ്പനിയില്ലേ അത് പൊട്ടിപ്പോയി, അതുകൊണ്ട് തന്നെ എൻ്റെ ഇരുന്ന പൈസ എല്ലാം തീർന്നുപോയി. പക്ഷെ നിങ്ങൾ ആരും പേടിക്കണ്ട, ഞാൻ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ സാലറി അടച്ചു തീർത്തോളാന്ന്. ഇതും പറഞ്ഞിട്ട് അച്ഛൻ അവരോട് ക്ഷമ പറയാണ്. അവരുടെ എല്ലാ ആവശ്യത്തിനും അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അച്ഛനോട് ദേഷ്യപ്പെടുന്നോ അല്ലെങ്കിൽ വൈരാഗ്യം വെക്കുന്നൊന്നുമില്ല. ഇവരുടെ എല്ലാ കാര്യങ്ങൾക്കും അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. എന്താവശ്യം വന്നാലും അച്ഛൻ ഇവർക്ക് കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരും കൂടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾ ഞങ്ങളോട് ക്ഷമയൊന്നും പറയണ്ട, ബിസിനസ് ആകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്, കുഴപ്പമൊന്നും ഇല്ലാന്ന് പറഞ്ഞ് അവർ കൂടെ നിൽക്കുന്നുണ്ട്. അച്ഛൻ ആകെ പൊട്ടി നിൽക്കുകയാണ്. കയ്യിലൊട്ടും പൈസ ഇല്ല. ഉള്ള എല്ലാ പൈസയും കൂടെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്തു, അത് പൊട്ടിപ്പോയി. പിന്നീട് അച്ഛൻ ആകെ വിഷമിച്ച് അച്ഛൻ്റെ ഓഫീസിൽ കയറി ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ അച്ഛന് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അവിടെ തന്നെ കുഴഞ്ഞു വീഴാണ് ഈ ടെൻഷനൊക്കെ കാരണം. ഈ ശബ്ദം പുറത്ത് കേൾക്കുന്നുണ്ട്. ഹീറോയിൻ പെട്ടെന്ന് തന്നെ ഓടി അകത്തോട്ട് ചെല്ലും. ചെന്ന് നോക്കുമ്പോൾ അച്ഛൻ കുഴഞ്ഞു വീഴുന്നേക്കുന്നതാണ് കണ്ടേക്കുന്നത്. അതുപോലെ ബാക്കിയുള്ള ആൾക്കാരൂടെ അങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ഇനി എന്തായിരിക്കും നടക്കാൻ പോകുന്നത് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ മനസ്സിലാക്കാം. ഇതും കാണിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. എന്നാൽ പിന്നെ അടുത്ത എപ്പിസോഡായിട്ട് കാണാം. അതിനു മുമ്പ് ലൈക്ക് ചെയ്യാത്തൊരു ലൈക്ക് ചെയ്തോളൂ, ഹൈപ്പ് ചെയ്യാത്തൊരു ഹൈപ്പ് ചെയ്തോളൂ. അപ്പോൾ ഓക്കെ, ബൈ.